ചിപ്പിക്കൂൺ കൃഷി മുന്നൊരുക്കങ്ങൾക്ക് ശേഷം നാം ആരംഭിക്കുക വൃത്തിയുള്ള പ്രതലം ഒരുക്കിക്കൊണ്ടാണ്. ബാരലിൽ ആവി കയറ്റിയ അറക്കപ്പൊടി കൊണ്ടുവന്ന് ഇടുന്ന സ്ഥലം നല്ല രീതിയിൽ ഡെറ്റോൾ ഉപയോഗിച്ച് വൃത്തിയാക്കേണ്ടതുണ്ട്. ഫാമിൽ സാധാരണ ചെയ്യുക, വൈകുന്നേരം 5 മണിക്ക് ശേഷം സെർലേസ് ചെയ്യാൻ ആവി കയറ്റിയ അറക്കപ്പൊടി പിറ്റേന്ന് രാവിലെ 8-9 മണിയോടുകൂടി വാരി പ്രത്യേകം തയ്യാറാക്കിയ പ്രതലത്തിൽ നിരത്തുക എന്നുള്ളതാണ്. ഇങ്ങനെ നിരത്തിയിട്ട അറക്കപ്പൊടി 2 മണിക്കൂറോളം അവിടെ കിടന്നാൽ മാത്രമേ സാധാരണഗതിയിൽ അതിൻ്റെ ചൂട് മാറിക്കിട്ടുകയുള്ളൂ. അറക്കപ്പൊടിയിൽ മാത്രമേ കൃഷി ചെയ്യാൻ പാടുള്ളൂ. പക്ഷം വിത്ത് കേടുവരാൻ സാധ്യതയുണ്ട്. വൈകിട്ട് വേവിച്ച് ഇട്ട അറക്കപ്പൊടി പിറ്റേന്ന് രാവിലെ മാത്രമേ അതിൽ നിന്ന് വാരുകയുള്ളൂ. ഈ സമയത്തും ചൂട് ഉണ്ടാകാനാണ് സാധ്യത. ഇങ്ങനെ 12-18 മണിക്കൂർ ചൂട് നിലനിർത്തിയെടുക്കുന്ന അറക്കപ്പൊടി യാതൊരു കാരണവശാലും പിന്നീട് അതിൻ്റെ പേരിൽ തകരാറാകാൻ സാധ്യതയില്ല. ഒരു കാര്യം സൂചിപ്പിച്ചു വെക്കാനുള്ളത്, പച്ച ട്രൈക്കോഡർമ മിക്കവാറും കൂൺ കൃഷിയിൽ വരുന്നത് വലിയൊരു ശതമാനം വരെ കൂൺ വിത്തിൽ നിന്നാണ് എന്ന് കൃഷിക്കാർ മനസ്സിലാക്കിയിരിക്കണം. PP കവറിൻ്റെ ചുവട് കെട്ടി ഉപയോഗിക്കുന്ന രീതിയാണ് ഈ ഫാമിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ദ്വാരമിടുന്നത് ബെഡ് നിറച്ചതിന് ശേഷം മാത്രമാണ്. 2 ബെഡുകൾ ഒന്നിച്ച് കെട്ടുന്ന രീതിയാണ് ഈ ഫാമിൽ ഉപയോഗിക്കുന്നത്. ബെഡുകൾ സാധാരണഗതിയിൽ 2-2.25 കിലോ ഭാരമുണ്ടാകും. കൽപ്പറ്റ പുത്തൂർ വയലിൽ പ്രവർത്തിക്കുന്ന സ്വാമിനാഥൻ റിസർച്ച് സെന്ററിന്റെ വിത്താണ് വർഷങ്ങളായി ഈ ഫാമിൽ ഉപയോഗിക്കുക. HU, CO2 ഇനങ്ങളിൽപ്പെട്ട വിത്തുകളാണ് സാധാരണഗതിയിൽ അവർ വിതരണം ചെയ്യുന്നത്. HU വിത്ത് സാധാരണ അവർ എല്ലാവർക്കും വേണ്ടി സപ്ലൈ ചെയ്യാറില്ലാത്തതുകൊണ്ട് പ്രത്യേകം പറഞ്ഞ് ബുക്ക് ചെയ്താണ് നാം ഈ ഫാമിലേക്ക് വിത്ത് എത്തിക്കാറുള്ളത്. അതുകൊണ്ടുള്ള ഗുണം വിത്ത് പ്രായം പോകാതെ നമുക്ക് ലഭിക്കുന്നു എന്നതാണ്. നെല്ലിലെ വിത്താണ് സ്വാമിനാഥൻ റിസർച്ച് സെന്റർ വിതരണം ചെയ്യുന്നത്. അതിനാൽ തന്നെ വിത്ത് നമുക്ക് ആവശ്യമുള്ള 2 മാസം വരെയെങ്കിലും സൂക്ഷിച്ചു വെക്കാനുള്ള സമയമുണ്ട്. ഇനി കൂൺ കൃഷിയിലേക്ക്. നിശ്ചിത അളവിൽ അറക്കപ്പൊടി PP കവറിൽ നിറച്ചതിന് ശേഷം അരികുകളിലൂടെ വിത്തിട്ട് പോകുന്ന രീതിയാണ് നിലവിലിരിക്കുന്നത്. 5 ലെയർ വിത്താണ് ആകെ വരിക. 5 ലെയർ തന്നെ അറക്കപ്പൊടിയും വരും. ബെഡ് നിറയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വിത്ത് എടുക്കുന്ന പാത്രവും നമ്മുടെ കൈകളും വളരെ കൃത്യതയോടുകൂടി ഇടയ്ക്കിടയ്ക്ക് ഡെറ്റോൾ ലായനിയിൽ ശുദ്ധിയാക്കേണ്ടതുണ്ട്. ഒരു പ്രത്യേക കാര്യം പറയേണ്ടത്, യാതൊരു കാരണവശാലും PP കവർ മറിച്ച് ഇടരുത് എന്നുള്ളതാണ്. കാരണം നാം പാത്രവും കൈകളും ഒക്കെ ശുദ്ധിയാക്കുന്നുണ്ടെങ്കിലും PP കവർ ഒരിക്കലും ശുദ്ധിയാകാറില്ല. എവിടെ നിന്നോ വരുന്ന PP കവർ പാക്കറ്റുകളിൽ കണ്ടാമിനേഷൻ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിൻ്റെ ഉൾവശം അതുപോലെ തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ബെഡ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. 3 അട്ടി വിത്തും അതനുസരിച്ച് അറക്കപ്പൊടിയും നിക്ഷേപിച്ചു കഴിഞ്ഞു. ഇനി ഒരട്ടി കൂടി ആയാൽ കൂൺ ബെഡ് പൂർത്തിയാവുന്നു. ഈ രീതിയിൽ തയ്യാറാക്കിയ ബെഡുകൾ 16 ദിവസം ഇരുട്ടുമുറിയിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഈ ഫാമിൽ നിലവിലുള്ളത്. പ്രത്യേകം തയ്യാറാക്കിയ വെളിച്ചക്കുറവുള്ള എന്നാൽ വായുസഞ്ചാരം ധാരാളമുള്ള ഒരു മുറിയിലാണ് ഇരുട്ടുമുറി എന്ന നിലയിൽ ബെഡുകൾ സൂക്ഷിക്കുന്നത്. ഇരുട്ടുമുറികളിൽ നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതെ ഇരിക്കണം. ഇവിടെ വരുന്ന കീടങ്ങളുടെ ഏറ്റവും പ്രധാനി എലികളാണ്. എലികൾ പ്രത്യേകിച്ച് നെല്ല് പോലെയുള്ള വസ്തുക്കളിൽ വിത്ത് ചെയ്ത് കൂൺ കൃഷി ചെയ്യുമ്പോൾ എലികളെ വളരെ പെട്ടെന്ന് ആകർഷിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇരുട്ട് റൂം കീടങ്ങളുടെ, പ്രത്യേകിച്ച് എലികളുടെ
സഞ്ചാരത്തിന് സൗകര്യമൊരുക്കുന്നതായിരിക്കരുത്. ഇരുട്ടുമുറിയിൽ വെച്ച ബെഡുകൾ 2 ദിവസം കൂടുമ്പോഴെങ്കിലും നാം സ്ഥിരമായിട്ട് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ബാധ്യതകളോ എന്തെങ്കിലും ഫംഗസുകളോ ബാധിച്ചിട്ടുള്ള ബെഡുകൾ അപ്പോൾ തന്നെ ഒഴിവാക്കേണ്ടതാണ്.